ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ മുസ്ലിം പുരുഷന്മാർ അഥവാ മുറിയൻ കുഞ്ഞുങ്ങൾ അമുസ്ലിം പെൺകുട്ടികളെ ഹാൻസമായി കാണിച്ച് വീഴ്ത്തുന്നത് മാത്രമല്ല, അവന്മാരോട് ഇവന്മാരെ പെൺകുട്ടികളെ പഞ്ചാരയടിച്ച് വീഴ്ത്തി കൊണ്ടുപോയി ജിഹാദിനകത്ത് അകപ്പെടുത്തി അവരുമായിട്ട് ഫിസിക്കലി റിലേറ്റ് ചെയ്ത് പിന്നെ അതല്ലെങ്കിൽ വീഡിയോ കോള് ന്യൂഡായിട്ടുള്ള ചാറ്റിംഗ് ഇതൊക്കെ നടത്തിയിട്ട് ഈ വീഡിയോ ചാറ്റുകൾ കാണിച്ച് നാർക്കോട്ടിക് ജിഹാദിനകത്ത് അകപ്പെടുത്തി അവരെ വലയിലാക്കുന്നത് മാത്രമല്ല, എതിർഭാഗത്തുള്ളത് മുസ്ലിം പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശരി ആൺകുട്ടിയാണെങ്കിലും ശരി വീണു പോകുന്നതാരാ? എതിർഭാഗത്തുള്ളവരാ അല്ലെ? അവരാണ് ഇവരുടെ മതത്തിലേക്ക് മാറേണ്ടി വരുന്നത്. കാര്യം പിടികിട്ടിയോ? മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ എതിരെയുള്ള ഹിന്ദു ക്രിസ്ത്യൻ ആൺകുട്ടികൾ ഈ വലയ്ക്കകത്ത് അകപ്പെട്ടു പോകും. ഇപ്പോ ഒരു സനാതനിയായിട്ടുള്ള ഒരു ഹിന്ദു പയ്യനെ ഒരു മുസ്ലിം പെണ്ണ് വീഴ്ത്തുന്നു. ഇസ്ലാമിനത്തേക്ക് ആയിക്കഴിഞ്ഞാൽ സുന പോയല്ലോ. ആയിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ ശരിയായിട്ടുള്ള പീഡനം ചെക്ക മനസ്സിലാക്കിയത്. അങ്ങനെ ആ ചെറുക്കൻ തിരിച്ചു വരിക. ഇനിയും അഖിലാദിയുടെ വിഷയം പോലെ മൊണാലിസയുടെ കാര്യം എന്തോ ആകുമോ എന്തോ കണ്ടു തന്നെ അറിയേണ്ടി വന്നിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇസ്ലാമിലേക്ക് അയാൾ പോയി, സുന പോയി. ഇസ്ലാമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ പെണ്ണ് എന്തിനാണ് തന്നെ പ്രേമിച്ചത് എന്ന സത്യം യുവാവിന് മനസ്സിലായത്. താൻ കബളിപ്പിക്കപ്പെട്ടു, പറ്റിക്കപ്പെട്ടു, തനിക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലായ സെക്കൻഡില് ആളത് തിരുത്തി. ആള് സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നേ. മുസ്ലിമായി. പക്ഷെ ഒടുവിൽ ഈ യുവാവ് ഹിന്ദു മതത്തിലേക്ക് തിരിച്ച് കാമുകിക്ക് വേണ്ടി മുസ്ലിമായി. പക്ഷെ ഒടുവിൽ ഈ യുവാവ് ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരും. ഈ സംഭവം നടക്കുന്നത് ലക്നൌവിലാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് കാമുകിയെ വിവാഹം കഴിക്കാനായി യുവാവ് മുസ്ലിം മതം സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെ ഷംലി സ്വദേശിയായിട്ടുള്ള ആയുഷ് മാലിക്കാണ് ഇപ്പോൾ തിരികെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ മതപരിവർത്തന നിയമപ്രകാരം ആയുഷ് മാലിക്കിനെ മതം മാറ്റത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇയാൾ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയത്. താടിയും മുടിയും നീക്കിയ ആയുഷ് ഹിന്ദു ആചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുണ്ട്. സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഹിന്ദു മതത്തിലേക്ക് മടങ്ങാനും രക്ഷിതാക്കൾക്കൊപ്പം താമസിക്കാനും തീരുമാനിച്ചത് എന്നാണ് ആയുഷ് പറയുന്നത്. ഞാൻ ഇസ്ലാം മതത്തിലേക്ക് മാറിയിരുന്നു. എന്റെ കുടുംബത്തിന്റെ വേദന വീണ്ടും വിചാരമുണ്ടാക്കി. അതോടെ ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിച്ചു. ഇനി കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോയിൽ ആയുഷ് ഇങ്ങനെയാണ് പറയുന്നത്. മകൻ ഔദ്യോഗികമായി ഹിന്ദുമതം സ്വീകരിച്ചുവെന്ന് പിതാവായിട്ടുള്ള ദേവരാജ് മാലിക്കും വ്യക്തമാക്കിയിട്ടുണ്ട്. കാമുകി ചാന്ദിനി ഖുറേഷി, പിതാവ് ഇസ്ലാം ഖുറേഷി എന്നിവരാണ് ആയുഷിനെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചതെന്നാണ് മാലിക് ആരോപിക്കുന്നത്. ബ്രെയിൻ വാഷ് ചെയ്ത് ഡൽഹിയിൽ കൊണ്ടുപോയി മതം മാറ്റിച്ചെന്നും മുഹമ്മദ് അലി എന്ന പേര് നൽകിയെന്നും കുടുംബത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കണ്ടിട്ടാണ് ഇതിവർ ചെയ്തത് എന്നുമാണ് പരാതിയിൽ ഉണ്ടായിരുന്നത്. ദേവരാജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചാന്ദിനി ഖുറേഷിയെയും പിതാവ് ഇസ്ലാം ഖുറേഷിയെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ തിരികെ വരുന്നത്. ബി ഫാം ബിരുദധാരിയായ ആയുഷ് കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സ്റ്റോർ നോക്കി നടത്തുകയായിരുന്നു. ഇതിനിടെ കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവിടെ വെച്ചാണ് ചാന്ദിനിയെ ഇയാൾ പരിചയപ്പെടുന്നത്. പരിചയം കൂടുതൽ അടുപ്പമായതോടെ ചാന്ദിനിയുടെ ബന്ധുക്കൾ ആയുഷിനെ ഇസ്ലാം മതത്തിലേക്ക് മാറാനായി ആവശ്യപ്പെടുകയായിരുന്നു. 2023 ആയുഷിനെ ഡൽഹിയിൽ കൊണ്ടുപോയി മതം മാറ്റി നിക്കാഹ് നടത്തി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഇതുവരെ ഇവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. താടി വളർത്തുകയും മുസ്ലിം പ്രാർത്ഥനാ രീതികൾ പിന്തുടരുകയും ചെയ്തിരുന്നു എന്നാണ് FIR-ൽ പ്രധാനമായും പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം. അപ്പോ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ കേസുകളിൽ അകപ്പെടുക എന്ന് പറഞ്ഞത് സർവ്വസാധാരണമാണ്. ഇപ്പൊ തന്നെ നമ്മുടെ മൊണാലിസയുടെയും ഫർമാൻ ഖാന്റെയും കാര്യം വല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുവാണല്ലോ. നമ്മൾ ഈ വിഷയത്തെ സംബന്ധിച്ച് എത്രയോ മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നതാ. ഈ അഖില ഹാദിയയുടെ വിഷയം വന്ന സമയത്തും അതുപോലെ നിമിഷ ഫാത്തിമയുടെ വിഷയം വന്ന സമയത്തും ഈ മൊണാലിസയുടെ ആണെങ്കിലും ഇവരുടെ ഒക്കെ കാര്യങ്ങൾ വന്ന സമയത്ത് നമ്മളുടെ അഭിപ്രായം കൃത്യമായ രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊണാലിസയുടെ വിഷയം വന്ന സമയത്ത് തന്നെ ആ കൊച്ചിന് ഒന്നാമത്തെ കാര്യം ഒരു വിദ്യാഭ്യാസവും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് വിവരക്കേട് എമ്പാടുമുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കാനോ ഒരു റീൽസ് എടുക്കാനോ ഒക്കെ വന്നതിന്റെ പേരില് ഈ കൊച്ച് ഈ ചെറുക്കനെ പ്രേമിക്കുകയോ ഈ ചെറുക്കൻ ഈ കൊച്ചിനെ പ്രേമിക്കുകയോ ഒക്കെ ചെയ്തിട്ട് എന്തായാലും കൂടെ പോയി കഴിഞ്ഞപ്പോഴാണ് കൊച്ചിന് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ ഇല്ലേന്നറിയില്ല. ഫർമാൻ ആള് പുലിയാണ്. ഫർമാന്റെ വാപ്പ ആദ്യം തന്നെ പറഞ്ഞു, നിനക്ക് കുട്ടിയുണ്ടാകുന്നെങ്കിൽ
അത് മുസ്ലിം കുട്ടിയായിരിക്കണം. അത് നമുക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മൊണാലിസ ഇസ്ലാമിലേക്ക് വരണം. കാര്യം സിമ്പിളാണ്. മൊണാലിസയെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കണം. അത് കഴിഞ്ഞാലേ ഇവർ അംഗീകരിക്കത്തുള്ളൂ. ആര്? ഫർമാൻ ഖാന്റെ മാതാപിതാക്കൾ അംഗീകരിക്കത്തുള്ളൂ. അപ്പോഴാണ് ഫർമാൻ ഖാൻ ഈ പ്രായപൂർത്തിയാകാത്ത കൊച്ചിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത മാധ്യമങ്ങളിൽ വരുന്നത്. കൊച്ചിന് 18 വയസ്സായി എന്ന് കൊച്ചിന് 18 വയസ്സായിട്ടില്ല എന്ന് കൊച്ചിന്റെ മാതാപിതാക്കളും തെളിയിക്കാൻ അഹോരാത്ര പ്രയത്നം നടത്തി. അങ്ങനെയാണ് മധ്യപ്രദേശ് പോലീസ് ഇപ്പോഴും തങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതിനകത്ത് തനിക്ക് ആശങ്കയുണ്ട് എന്ന് കുംഭമേളയിൽ വൈറലായിട്ടുള്ള മൊണാലിസയും ഭർത്താവ് ഫർമാൻ ഖാനും പറഞ്ഞതായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. ഈ കൊച്ചിന് ഫർമാൻ ഖാന്റെ പിന്നാലെ പോകാൻ വളരെ എളുപ്പമായിരുന്നു. തിരിച്ചു വരാനോ ഇച്ചിരി പുളിക്കും അല്ലെ? അതെന്താണ് രാജേഷെ വിളിക്കാൻ പറ്റാത്തത്? വിളിച്ചോ രാജേഷെ, ഞാൻ കോളെടുത്തോളാം, വിളിച്ചോ, ഇപ്പൊ ലൈവിലുണ്ട്. എന്താ രാജേഷിന് പബ്ലിക്കിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്നോ? വിളിച്ചോ, നമ്പരില്ലേ? വാട്സപ്പ് കോളേ പറ്റുള്ളൂ കേട്ടോ. അപ്പോ ഇപ്പം അഖില ഹദിയ അതിന്റെ മാതാവ് മരിച്ചിട്ടു പോലും ഈ പെണ്ണിന്റെ ഉള്ളിലെ പക അടങ്ങിയിട്ടില്ല. ഏതു ദുഷ്ടരായിട്ടുള്ള മക്കളാണെങ്കിലും ഏക മകളല്ലേ, അവര് സ്നേഹിച്ച് വളർത്തിയതല്ലേ, ഈ കൊച്ചിനെ പഠിപ്പിച്ചതല്ലേ. ആ സ്ത്രീ ആണെങ്കിൽ ഒരു സാധു സ്ത്രീയാ. ഞാൻ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ആളാ. എന്നിട്ടും ആ സ്ത്രീ സുഖമില്ലാതെ കിടന്നപ്പോൾ ലോകത്തുള്ള സകലമാന മനുഷ്യന്മാർക്കും ദയ തോന്നി അവരോട്. ജന്മം കിട്ടിയ മകൾക്കു മാത്രം അവര് കാഫിറായിരുന്നു. മരിച്ചിട്ട് ആ മുഖം അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ആ പെങ്കൊച്ച് തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കൊച്ചിന്റെ ഉള്ളിൽ ഇവര് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന വിഷം എത്രമാത്രം രൂക്ഷമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. നമ്മള് ഒരു കുടുംബം മുഴുവനുമാണ് ഇവരില്ലാതാക്കുന്നത്. ചെറിയ രൂപത്തിലല്ല. ഇപ്പോ ഇന്ന് മീഡിയ വണ്ണില് അടുപ്പ് കൂട്ടിയുള്ള ഒരു ചർച്ച. ഈ ചർച്ചയില് നമ്മുടെ ഇസ്ലാം മത രാജ്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ദാവൂദ് കാക്ക പറയുവാണ്, എക്സ് മുസ്ലിങ്ങൾ ഇസ്ലാമിനെ നിരന്തരം അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിനെ ആരധിക്ഷേപിക്കുന്നു? എവിടെ അധിക്ഷേപിക്കുന്നു? ഉള്ള കാര്യം പറയുമ്പോ നിങ്ങൾക്ക് വേദനിക്കുന്നതിന് നമ്മളെന്തോ ചെയ്യാനാ? ഉള്ള കാര്യമല്ലേ പറയുന്നത്. അതായത് ഞാൻ അത്യാവശ്യം മതവിശ്വാസമൊക്കെ കൊണ്ടുപോകുന്ന ആളായിരുന്നല്ലോ എന്ന് ആരാ പറയുന്നത്? ഹസൈനാറാണ്. ഹസൈനാറിന് എന്തോ വലിയ വിഷമമുണ്ടെന്ന് തോന്നുന്നു. അപ്പോ സഹോദരി ആയിരുന്നല്ലോ, പറ്റുമെങ്കിൽ മടക്ക യാത്രയെക്കുറിച്ച് വല്ലപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും. പടച്ചോൻ ഏറ്റവും നന്മയിലേക്ക് അടുപ്പിക്കട്ടെ, ആമീൻ. ഹസൈനാര് വിചാരിച്ചാലും ഈ മത പുരോഹിതന്മാരും മുഴുവനും വിചാരിച്ചാലും ഞാൻ വിചാരിച്ചാലും ഇസ്ലാമിലേക്ക് മടങ്ങി വരൽ നടക്കില്ല. കാരണം എന്താ? പടച്ചോൻ വിചാരിക്കണം. പടച്ചവൻ വിചാരിക്കണം. എന്നെ മുർത്തദാക്കാൻ പടച്ചവന്റെ തീരുമാനമാണ്. അപ്പൊ ഞാൻ ഇനി ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ പടച്ചോൻ വിചാരിക്കണ്ടേ? ആ പടച്ചോൻ എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഞാൻ എൻ്റെ ജീവിതം തന്നെ മാറ്റിവെക്കാനുള്ള കാരണം നേരത്തെ പടച്ചോൻ തീരുമാനിച്ചു. പടച്ചവൻ തീരുമാനിക്കാതെ പടപ്പുകൾക്ക് യാതൊന്നും തീരുമാനിക്കാൻ കഴിയില്ല എന്നാ ഖുർആൻ പറയും. എന്തായിരുന്നാലും ഹസൈനാരുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട്. അപ്പോ നമ്മുടെ ദാവൂദ് ഹിക്ക പറയുന്നത് ഇസ്ലാമിനെ തരാതരം എക്സ് മുസ്ലിങ്ങൾ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഞാൻ ഇട്ടേ, പരസ്യമുണ്ട്, ഒന്ന് കഴിഞ്ഞോട്ടെ. അപ്പോ അസുഖം